അപ്പം മധുസൂദനൻ നായരുടെ കവിത ഗാന്ധിയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിലെനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ ഫുൾ എൻറ്റയർ കവിതയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ ചൊല്ലുകയാണെങ്കിലും ടൈം ലിമിറ്റ് ഉണ്ട് അല്ലേ എല്ലായിടത്തും ചൊല്ലാൻ. അപ്പോൾ നമ്മൾ ഈയിടെ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തിരുന്നു റെസിറ്റേഷന്, നമ്മൾ സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. അപ്പം ആ സമയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് തക്ക രീതിയിലാണ്, അതായത് ഒരു പോയറ്റിന് റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചേർത്താണ് ഞങ്ങൾ ഈ കവിത തയ്യാറാക്കിയേക്കുന്നത്, കാരണം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് ചൊല്ലിയാൽ മതിയാവും നിങ്ങൾക്ക്. പാർട്ട് 2ലേക്ക് കിടക്കാം അല്ലേ. ആരാണു ഗാന്ധി, ആരാണു ഗാന്ധി, നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, കനവായിരുന്നുവോ ഗാന്ധി, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി, ആരാണു ഗാന്ധി, നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, ആരാണു ഗാന്ധി, നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ. ഇനി ഒരുമിച്ച്. കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. കുഞ്ഞിന്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ് ഗാന്ധിജി അല്ലേ? അതെ. അപ്പം അതുകൊണ്ട് ഗൗതം കുഞ്ഞും ഗാന്ധിജിയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിജിയെ കുറിച്ചൊരു കവിത ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അല്ലേ. എന്ത് കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? ഈ കവിത മോൻ്റെ കൂടെ പഠിക്കുക എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എല്ലാവരും നമ്മുടെ കൂടെ ചേർന്ന് കവിത പഠിക്കണം.